ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പരാമർശിക്കാതെ പോയ ഒരു വ്യക്തിയുടെ പേരാണ് പി ശശി എന്ന് പറയുന്നത്. സത്യത്തിൽ പ്രേക്ഷകർക്കും ഈ പി ശശി മുന്നിലൊന്നും കാണുന്നില്ല. കുറെ മുൻപ്, വർഷങ്ങൾക്ക് മുൻപൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയായിരുന്നെങ്കിൽ പോലും ഇന്ന് പി ശശിയുടെ പേര് വീണ്ടും ഉയർന്നു വരികയാണ്. സർ, എങ്ങനെയാണ് സർ ഈ രാഷ്ട്രീയ അംഗത്തിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ പിന്നിൽ കളിക്കുന്ന ഈ പി ശശിയെ പോലെയുള്ള, മറ്റൊരു ഭാഷയിലാണ് പറയേണ്ടത് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട്, പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല, സാറ് കൂടി ഇരിക്കുന്നത് കൊണ്ട്, അത്തരത്തിലുള്ള ആ ഒരു വ്യക്തിയെ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അയാളുടെ കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങൾ, ഇപ്പൊ നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് വരെ ഒത്തുതീർപ്പാക്കി കൊടുത്ത ആരാ എന്നുള്ളത് വരെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഈ പി ശശി കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഇതിനെ കുറിച്ച് സാറിന്റെ ആ ഒരു വിവരണം വരിക? പി ശശി ഏത് കാര്യത്തിലാണ് കുപ്രസിദ്ധനായിട്ടുള്ളതെന്ന് മലയാളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അത് പെണ്ണ് കേസിലാണ്, സ്ത്രീ വിഷയത്തിലാണ്. അപ്പൊ സ്ത്രീ പീഡന വിഷയത്തിൽ ആരോപിതനായി പാർട്ടി തന്നെ മാറ്റി നിർത്തി അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ച ഒരു കുറ്റവാളിയാണ് പി ശശി. ആ പി ശശി എന്നാൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ, പൊളിറ്റിക്കൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് കൈയടക്കി ഇന്ന് സർവാധികാരത്തോടു കൂടി വാഴുകയാണ്. അതുകൊണ്ട് പി ശശി അറിയാതെ ഒരു കാര്യവും ഇന്ന് കേരളത്തിൽ നടക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു വലിയ ചുമതല കൊടുക്കുമ്പോൾ ആക്ട് ചെയ്യുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായി പി ശശി ആക്ട് ചെയ്യുകയാണ്. ആ പി ശശിയുടെ ചരിത്രം സ്ത്രീ ലംബടത്വമാണ്, അതുപോലെ തന്നെ സ്ത്രീ പീഡനമാണ്, അതേപോലെയുള്ള മറ്റു കുറ്റകൃത്യങ്ങളാണ്. അത് പാർട്ടി കണ്ടുപിടിച്ച് ബോധ്യപ്പെട്ട് ശിക്ഷിച്ചതുമാണ്. അങ്ങനെ ഒരാളെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരമാധികാരം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആരോപണങ്ങളാണ് പി ശശിക്കെതിരെയുള്ളത്, ആ ആരോപണങ്ങളെല്ലാം പിണറായി വിജയനും ബാധകമാണ് എന്നല്ലേ പാർട്ടിയും നേതാവും മുഖ്യമന്ത്രിയും പരോക്ഷമായി വ്യക്തമാക്കുന്നത്. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിണറായി വിജയന് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന പിമ്പായിട്ടാണ് ഇന്ന് പി ശശി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിനെല്ലാം അനുവാദം കൊടുത്ത ശശിക്കെതിരെ എന്താണ് പിണറായിക്ക് നാവിറങ്ങിപ്പോയത്, മിണ്ടാൻ പറ്റാതെ പോയത്? അപ്പോൾ എന്താണ് പി ശശി അവിടെ വെച്ചുകൊണ്ട് ഈ പിണറായി വിജയൻ ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അത്രയും ഭീകരമായ, അത്രയും ദൂഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു സംസ്ഥാന ഭരണകൂടത്തെയും മുഖ്യമന്ത്രിയെ അടക്കം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വമ്പൻ മാഫിയ സംഘത്തിന്റെ തലവനാണ് പി ശശി. അതിന്റെ ആജ്ഞാനുവർത്തിയായി നിൽക്കുന്നുകൊണ്ടുള്ള സൈന്യാധിപനാണ് ADGP. ഇതിനെല്ലാം പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന, എന്നാൽ പാവയായിട്ട് കളിക്കുന്ന പാർട്ടി സെക്രട്ടറി, അതുപോലെ തന്നെ LDF കൺവീനർ. ഇങ്ങനെ ഒരു സംവിധാനം പരിപൂർണമായി പിടിച്ചടക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏതെങ്കിലും തരത്തിൽ അപഭ്രംശം നേരിടുന്ന സമയത്ത് ഗവൺമെന്റിനെ ശാസിക്കാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു ഭൂതകാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ട്. ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ്, മുഖ്യമന്ത്രി ശരിയല്ല, അല്ലെങ്കിൽ ഇന്ന മന്ത്രിമാര് ശരിയല്ല, അവരെ മാറ്റണം, അവരെ തിരുത്തണം എന്നൊക്കെ പറയാൻ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിയും അതിന് പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കേരളത്തിൽ നിന്ന് കഞ്ഞി കൊടുത്താൽ കുടിക്കാം, അല്ലെങ്കിൽ പട്ടിണി കിടക്കാം എന്ന അവസ്ഥയിലുള്ള പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഇന്ന് പിണറായി വിജയന്റെ കക്ഷത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടി ഇവിടെ അശേഷ ശബ്ദിക്കാൻ പോകുന്നില്ല. യാതൊരു എതിർ സ്വരങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തി, അതിൽ 52 രാജ്യങ്ങളിലും തകർന്നു വീണുവെങ്കിൽ എങ്ങനെ തകർന്നു വീണോ ആ ചരിത്രം തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. പിണറായി വിജയന്റെ കാലത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് അധികാര കേന്ദ്രങ്ങളും അസ്തമിക്കുകയും പാർട്ടി അപ്പാടെ ഒലിച്ചു പോവുകയും ചെയ്യും. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഒരു ഗ്രാമം അപ്പാടെ CPI എന്ന് പറയുന്ന പാർട്ടി അവരുടെ പാർട്ടി ഓഫീസ് സഹിതം BJPയിൽ ചേക്കേറി പാർട്ടി ഓഫീസ് BJP ഓഫീസായി മാറിയത് നമ്മൾ കണ്ടു. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെയാണ് പണ്ട് നമ്മളിത് കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് കേരളത്തിൽ കണ്ടു. അപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു ഉരുൾപൊട്ടലിന്റെ, വലിയൊരു മാറ്റത്തിന്റെ, സാമൂഹിക സുനാമിയുടെ, രാഷ്ട്രീയ സുനാമിയുടെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ അടിതെറ്റി വീഴുന്നത് പിണറായി വിജയനും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തോ ഒരു സൂചന CPIക്ക് കിട്ടിയിട്ടുണ്ട്. ജനങ്ങളുടെ പക്ഷം ഒരുപക്ഷെ അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് CPI ഇക്കാര്യത്തിൽ കൈകഴുകാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
പക്ഷെ CPI ഓർക്കണം, നിങ്ങളുടെ മന്ത്രിമാരടക്കമുള്ള ആൾക്കാര് ഈ മന്ത്രിസഭയ്ക്ക് അകത്തിരുന്ന് സകല കാര്യങ്ങളും ആസ്വദിച്ചതിന് ശേഷമാണ് കേവലം ഒരു പ്രസ്താവന മാത്രം CPI ഇന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ആത്മാർത്ഥതയില്ലാത്ത കേവലം വാചകവടി മാത്രമാണെന്ന് മലയാളിക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്കറിയാം PV അൻവർ ഈ പ്രശ്നവുമായി രംഗത്ത് വരുന്ന സത്യത്തിൽ മലപ്പുറം SP ആയിട്ടുള്ള ശശിധരൻ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര്, ഇന്നത്തെ SP ആയിട്ടുള്ള ശശിധരൻ, അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു വേദിയിൽ നടന്ന ഒരു പ്രോബ്ലം, അത് കൃത്യമായിട്ടും അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് മലപ്പുറം SP എന്ന് പറയുന്ന ഒരു ജില്ലയുടെ അധികാരിയെ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് PV അൻവർ സംസാരിക്കുന്നു. അതിനുശേഷം ഇവരുടെ ആ ഒരു മരമുറി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി പോലെ സ്ഥിതി ചെയ്യുന്ന ആ വളപ്പിലെ ക്യാമ്പ് ഓഫീസിൽ അവിടുത്തെ മരമുറി കേസുമായി രംഗത്ത് വരുന്നു. അത്തരത്തിൽ വരുമ്പോൾ ഇവിടെ സുജിത് ദാസ് ഇന്നിപ്പോ സസ്പെൻഷനിലായി എന്നറിയപ്പെടുന്ന ഈ പത്തനംതിട്ട SP ഉള്ള സുജിത് ദാസ്, ഇദ്ദേഹത്തെ കൂടെ കണക്ട് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ ഈ ഒരു സെഷൻ പൂർണ്ണമാവൂ എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് സാർ ആ ഒരു വിഷയം കൂടി കാണുന്നത്? ആദ്യത്തെ ഇര ഇന്നിപ്പോൾ ഈ സുജിത് ദാസ് ആണ്. ഇദ്ദേഹം PV അൻവറിനെ വിശ്വസിച്ച് PV അൻവറിനെ ഫോൺ ചെയ്യുന്നു, അതിൽ എന്തൊക്കെയോ അയാൾ തുറന്നു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അയാളുടെ ഭാര്യയുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണം ഇയാൾ പുറത്തുവിടുന്നു. അതിൽ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഈ മരം ഉപയോഗിച്ച് ഫർണിച്ചർ പോലും ഈ സുജിത് ദാസ് ഉണ്ടാക്കി എന്നുള്ളത്, അത് പിന്നീട് കത്തിക്കപ്പെട്ടു വീടിനുള്ളിൽ വെച്ചുകൊണ്ട് എന്നുള്ള ഗുരുതരമായുള്ള ആരോപണങ്ങൾ കൂടി രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് സാർ ആ ഒരു കാര്യം കൂടെ ഒന്ന് പരാമർശിക്കുകയാണെങ്കിൽ? നമ്മൾ നാടൻ ഭാഷയെ പറയും ശർക്കരയ്ക്ക് അകമ്പുറമില്ല എന്ന്, എവിടെ കടിച്ചാലും മധുര എന്ന് പറയുന്ന പോലെ കേരള പോലീസിന് അകമ്പുറമില്ല, എവിടെ നോക്കിയാലും അഴിമതിയാണ്. സുജിത് ദാസ് ഒക്കെ ആ രീതിയിൽ പരമാവധി ഭരണ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് തങ്ങൾക്ക് നേടാൻ കഴിയുന്നതെല്ലാം നേടിയെടുക്കുകയും അതിന് ആരുടെ കയ്യും കാലും പിടിച്ചാണെങ്കിലും മുകളിൽ എത്തുന്നത് വരെ ഞാൻ എന്തും നിങ്ങൾ പറയുന്നത് അനുസരിക്കാം, അതാണല്ലോ അൻവറിന് കിട്ടിയിരിക്കുന്ന വോയിസ് മെസ്സേജ്. അപ്പോൾ ഞാൻ എൻ്റെ തൊപ്പിയെ അല്ലെങ്കിൽ യൂണിഫോമിനെ അഥവാ നിയമത്തെ അല്ല മാനിക്കുന്നത്, എനിക്ക് കൊള്ള നടത്താനും കള്ളത്തരം നടത്താനും അവസരമൊരുക്കി തരുന്ന ഭരണകൂടത്തെയാണ്. അത് MLA ആണെങ്കിൽ MLA, മന്ത്രിയാണെങ്കിൽ മന്ത്രി, ആരാണെങ്കിലും നിങ്ങൾ പറയുന്നതനുസരിച്ച് വാലാട്ടിപ്പട്ടിയെ പോലെ നിന്ന് ഞാൻ അനുസരിച്ചോളാം എന്ന് നേരിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നുവെങ്കിൽ, സംസാരിച്ച ഒരു ശബ്ദരേഖ മാത്രമാണ് നമുക്ക് കിട്ടിയത്. കേരളത്തിലെ പോലീസ് സേന, പോലീസ് സംവിധാനത്തെ അപ്പാടെ വന്ധ്യംകരിച്ച് ഇവരുടെ അടിമകളാക്കി മാറ്റിക്കഴിഞ്ഞു. ആ ഒരു അടിമപ്പണി മാത്രമാണ് ഇന്ന് പോലീസ് സേന കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് സിസ്റ്റമാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല അന്വേഷണ സംവിധാനമാണ്, ആഗോളതലത്തിൽ പോലും പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് സേനയാണ് കേരളം. അതിനെയാണ് ഇന്ന് ക്രിമിനലുകളുടെ കയ്യിലേക്ക് കൊടുത്ത് ക്രിമിനൽ സംഘത്തെയും അധോലോക സംഘത്തെയും നാണിപ്പിക്കുന്ന തരത്തിൽ, ദാവൂദ് ഇബ്രാഹിമിനെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള അധോലോക സംഘമാക്കി CPIM മാറ്റിയെടുത്തത്. അതിനെയാണ് ഇവിടെ CPIയും കേരള കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭീകര ഭരണത്തെ കേരളത്തിൽ വെച്ച് മുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ താലോലിച്ച് വളർത്തിക്കൊണ്ട് ഇവിടുത്തെ ഘടക കക്ഷികൾ എല്ലാവരും നിൽക്കുന്നു. അക്കൂടെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇഷ്ടം പോലെ മോഷ്ടിക്കാനും കക്കാനും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഭരണകൂടമില്ല, ഭരണകൂടം അഴിമതിയിൽ അടിമുടി മുങ്ങി നിൽക്കുകയാണ്. ഇനി അഥവാ എന്തെങ്കിലും വന്നാൽ അവരെ പ്രതിയാക്കാൻ കഴിയുന്ന തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ മന്ത്രിമാർക്കെതിരെ, MLA മാർക്കെതിരെ, അതുപോലെ ഭരണകക്ഷിയുടെ നേതാക്കന്മാർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഓഡിയോ വീഡിയോ സഹിതം കൈവശം കിട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവർക്ക് ശബ്ദിക്കാൻ പറ്റുമോ? അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പോലീസ് സംവിധാനം എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി കള്ളനാണെന്ന് വന്നാൽ പിന്നെ കോൺസ്റ്റബിൾ വരെ ആ കള്ളത്തരം കാണിക്കും. അത് മുഴുവൻ ജനങ്ങൾക്ക് നഷ്ടമായി ഭവിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേവലം ഒരു സുജിത് ദാസ് മാത്രമല്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരിലേക്കും ഈ കുറ്റത്തിന്റെ മുന നീളുന്നുണ്ട്. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നവരുടെ പേര് മാത്രമേ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മേൽ കരിനിഴൽ വീർത്തി കഴിഞ്ഞിരിക്കുന്ന ഈ ഭരണകൂടം ആർക്കൊക്കെ നാണക്കേടായി തീരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം.